നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കമൻസിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. തേങ്ങയ്ക്ക് ഹിന്ദിയിൽ നാരിയൽ എന്നാണ് പറയുന്നത്. നാരിയൽ. തേങ്ങ വിൽക്കുന്ന ആളിനെ നാരിയൽ ബേച്ചിനെ വാല എന്ന് പറയും. നമ്മൾ കരിക്കിന് കച്ചാ നാരിയൽ എന്ന് പറയും. താങ്കൾ എന്ത് ചെയ്യുന്നു, താങ്കളുടെ ജോലി എന്താണെന്നുള്ള അർത്ഥത്തിലാണ് അത് ചോദിക്കുന്നത്. ആപ് ക്യാ കർത്തേ ഹേ, ആപ് ക്യാ കർത്തേ ഹേ. ഞാൻ ബിസിനസ് ചെയ്യുകയാണ്. മേ ധന്ദ കർത്താ ഹൂം. ധന്ദ എന്ന് പറഞ്ഞാൽ ബിസിനസ്. മേ ധന്ദ കർത്താ ഹൂം. ഞാൻ ജോലി ചെയ്യുന്നു അത് പറയാനായിട്ട് മേ നൗക്കരി കർത്താ ഹൂം. മേ നൗക്കരി കർത്താ ഹൂം. ഓഫീസിലൊക്കെ പോയി ജോലി ചെയ്യുന്നതിന് നൗക്കരി കർത്താ ഹൂം എന്ന് പറയാം. എനിക്ക് ബിസിനസ് ചെയ്യുന്നതാണ് ഇഷ്ടം. മുझे ധന്ദ കർനാ ഹി പസന്ദേ. എനിക്ക് ബിസിനസ് ചെയ്യുന്നത് തന്നെയാണ് ഇഷ്ടം. അതിനാണ് ഹി എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. തന്നെയാണ് ഇഷ്ടം എന്ന് പറയാം. മുझे ധന്ദ കർനാ പസന്ദേ എന്ന് പറഞ്ഞാൽ എനിക്ക് ബിസിനസ്സാണ് ഇഷ്ടം. മുझे ധന്ദ കർനാ ഹി പസന്ദേ. എനിക്ക് ബിസിനസ് ചെയ്യുന്നത് തന്നെയാണ് ഇഷ്ടം. താങ്കൾ ഏത് ബിസിനസ്സാണ് ചെയ്യുന്നത്? ആപ്കാ ധന്ദ കോൻസാ ഹേ. അല്ലെങ്കിൽ താങ്കളുടെ ബിസിനസ് ഏതാണ്? ആപ്കാ ധന്ദ കോൻസാ ഹേ. ഏതാണ്? കരിക്ക് വിൽക്കുന്ന ബിസിനസ്സാണ്. കച്ചാ നാരിയൽ ബേച്ചിനേക്കാ ധന്ദ ഹേ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് നാരിയൽ ബേച്ചിനേക്കാ ധന്ദ ഹേ എന്ന് വെറുതെ പറഞ്ഞാലും മതി. അത് കരിക്ക് വിൽക്കുന്നതിനും അല്ലാത്ത തേങ്ങ വിൽക്കുന്നതിനും രണ്ടും നമ്മൾ നാരിയൽ ബേച്ചിനേക്കാ ധന്ദ ഹേ എന്നാണ് സാധാരണ വർത്തമാനം പറയുമ്പോൾ പറയുന്നത്. പിന്നെ നമുക്ക് വേർതിരിച്ച് പറയണം എന്നുണ്ടെങ്കിൽ കച്ചാ നാരിയൽക്കാന്ന് പറയാം കരിക്കിന്. എല്ലാവരും എപ്പോഴെങ്കിലും കരിക്കും വെള്ളം കുടിച്ചിട്ടുണ്ടാകും. सब लोग कभी ना कभी नारियल पानी पिया ही होगा. सब लोग എല്ലാവരും കഭി ന കഭി എപ്പോഴെങ്കിലും, കഭി ന കഭി എപ്പോഴെങ്കിലും, നാരിയൽ പാനി കരിക്കും വെള്ളം, നാരിയൽ പാനി പിയാ ഹി ഹോഗ കുടിച്ചിട്ട് തന്നെ ഉണ്ടായിരിക്കും. സബ് ലോഗ് കഭി ന കഭി നാരിയൽ പാനി പിയാ ഹി ഹോഗ. എനിക്ക് കരിക്കിൻ വെള്ളം വളരെ ഇഷ്ടമാണ്. മുझे നാരിയൽ പാനി ബഹുത് അച്ഛാ ലഗ്താ ഹേ. അല്ലെങ്കിൽ മുझे നാരിയൽ പാനി ബഹുത് പസന്ത് ഹേ. രണ്ട് രീതിയിൽ നമുക്ക് പറയാം. മുझे നാരിയൽ പാനി ബഹുത് പസന്ത്. എനിക്ക് കരിക്കും വെള്ളം വളരെ ഇഷ്ടമാണ്. എനിക്കിപ്പോൾ കരിക്കും വെള്ളം കുടിക്കണം. മുझे അഭി നാരിയൽ പാനി പീനാ ഹേ. നാരിയൽ പാനി കരിക്കും വെള്ളം. മുझे അഭി നാരിയൽ പാനി പീനാ ഹേ. തേങ്ങാവെള്ളം എന്നല്ല, മോസ്റ്റ്ലി നാരിയൽ പാനി എന്ന് പറയുമ്പോൾ നമ്മൾ കരിക്കും വെള്ളം എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. ഒരു കരിക്ക് എത്രയ്ക്കാണ് വിൽക്കുന്നത്? ഏക് നാരിയൽ കിത്നെ മേ ബേച്തേ ഹേ. അല്ലെങ്കിൽ ഏക് നാരിയൽ കാ പ്രൈസ് കിത്ന ഹേ. അങ്ങനെ നമുക്ക് ചോദിക്കാം. 50 മുതൽ 55 രൂപ വരെ. 50 से 55 തക്. 50 എന്ന് പറഞ്ഞാൽ 50, 55 എന്ന് പറഞ്ഞാൽ 55. 50 से 55 തക്. 50 മുതൽ 55 രൂപ വരെ. എനിക്കൊരെണ്ണം തരൂ. മുझे एक दे दो. മുझे एक നാരിയൽ പാനി ദേ ദോ. എനിക്കൊരു കരിക്കും വെള്ളം തരൂ എന്നുള്ള അർത്ഥമാണ്. മുझे एक दे दो. എനിക്കൊരെണ്ണം തരൂ. താങ്കൾക്ക് വെള്ളമുള്ളത് വേണോ അതോ കരിക്കുള്ളത് വേണോ? ആപ്കോ പാനി വാല ചാഹിയേക്ക് മലായി വാല. പാനി വാല എന്ന് പറഞ്ഞാൽ വെള്ളം മാത്രമുള്ളത്. മലായി വാല എന്ന് പറഞ്ഞാൽ അകത്ത് കഴിക്കാനുള്ള കരിക്കുള്ളത്. ആപ്കോ പാനി വാല ചാഹിയേക്ക് മലായി വാല. മലായി എന്ന് പറഞ്ഞാൽ കരിക്കെന്നാണ് അർത്ഥം. മലായിക്ക് പാലിൻ്റെ പാട എടുക്കത്തില്ലേ നമ്മൾ, അതിനും മലായി എന്നാണ് പറയുന്നത്. പാൽപ്പാടയ്ക്കും നമ്മൾ മലായി എന്ന് പറയും. അത് ദൂത് കാ മലായി എന്ന് പറയും. എനിക്ക് വെള്ളമുള്ളത് തരൂ. മുझे പാനി വാല ദേ ദോ. മുझे പാനി വാല ദേ ദോ. എനിക്ക് വെള്ളമുള്ളത് തരൂ. ഇനി എനിക്ക് കരിക്കുള്ളത് തരൂ എന്ന് പറയാനായിട്ട് മുझे മലായി വാല ദേ ദോ. മുझे മലായി വാല ദേ ദോ. എനിക്ക് കരിക്കുള്ളത് തരൂ. നമുക്കെങ്ങനെ മനസ്സിലാകും വെള്ളമുള്ളതാണോ കരിക്കുള്ളതാണോ എന്ന്? ഒരു കരിക്ക് കണ്ടാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്ന് നമ്മൾ ആ കരിക്ക് വിൽക്കുന്ന ആളിനോട് ചോദിക്കുക. ഹമേ കൈസാ പതാ ചലേഗ കി പാനി വാല ഹേ കി മലായി വാല. നമുക്ക് എങ്ങനെ മനസ്സിലാകും? കൈസേ പതാ ചലേഗ എങ്ങനെ മനസ്സിലാകും? പാനി വാല ഹേ കി മലായി വാല. വെള്ളം മാത്രമുള്ളതാണോ അതോ മലായി അതായത് കരിക്കുള്ളതാണോ നമുക്കെങ്ങനെ മനസ്സിലാകും? ഹമേ കൈസേ പതാ ചലേഗ കി പാനി വാല ഹേ കി മലായി വാല. കോക്കനട്ട് സെല്ലർ പറയുവാണ്, തേങ്ങ ഉരുണ്ടതാണെങ്കിൽ വെള്ളമുള്ളതായിരിക്കും.
നാരിയൽ ഗോൾ വാല ഹേ തോ പാനി വാല ഹോഗ. ഗോൾ വാല എന്ന് പറഞ്ഞാൽ ഉരുണ്ടിരിക്കുന്നതാണെങ്കിൽ വെള്ളമുള്ളതായിരിക്കും, പാനി വാല ഹോഗ. ഇനി നീണ്ടതാണെങ്കിൽ കരിക്കുള്ളതായിരിക്കും. ലംബാവാല ഹേ തോ മലായി വാല ഹോഗ. ലംബാവാല എന്ന് പറഞ്ഞാൽ നീണ്ട കരിക്കാണെങ്കിൽ, നീണ്ട തേങ്ങയാണെങ്കിൽ മലായി വാല ഹോഗ, അത് അകത്ത് കഴിക്കാനുള്ളതായിരിക്കും, മലായി ഉള്ളതായിരിക്കും. ഞാൻ കരിക്കും വെള്ളം മുഴുവൻ കുടിച്ചു. മേനെ നാരിയൽ പാനി പൂരാ പീലിയ. മേനെ നാരിയൽ പാനി പൂരാ പീലിയ. ഞാൻ കരിക്കും വെള്ളം മുഴുവൻ കുടിച്ചു. കരിക്കെടുത്ത് തരൂ. മലായി നിക്കാൽ കർ ദേദോ. അതിൻ്റെ അകത്തുള്ള കരിക്കെടുത്ത് തരൂ എന്ന് പറയുക. ഉസ്കെ അന്തർ കാ മലായി നിക്കാൽ കർ ദേദോ. എടുത്തു തരൂ. ഒരു ദിവസത്തിൽ എത്ര വിൽക്കാറുണ്ട് നമ്മൾ ചോദിക്കുക. ഏക് ദിൻ മേ കിത്ന ബേച്താ ഹേ. ഏക് ദിൻ മേ ഒരു ദിവസത്തിൽ, കിത്തന ബേച്താ ഹേ ഒരു ദിവസത്തിൽ എത്ര വിൽക്കാറുണ്ട്. പറയുകയാണ് ഏകദേശം 15 മുതൽ 20 വരെ വിറ്റു പോകാറുണ്ട്. ലഗ്ഭഗ് 15 से 20 തക് ബിക് ജാത്താ ഹേ. ബിക് ജാത്താ ഹേ എന്ന് പറഞ്ഞാൽ വിറ്റു പോകാറുണ്ട്. ലഗ്ഭഗ് 15 से 20 തക് ബിക് ജാത്താ ഹേ. നല്ല വരുമാനമുണ്ടാവാറുണ്ട്. അച്ചി ഖാസി കമായി ഹോ ജാത്തി ഹേ. കമായി എന്ന് പറഞ്ഞാൽ ഇൻകം എന്നുള്ള അർത്ഥമാണ്. അച്ചി ഖാസി കമായി ഹോ ജാത്തി ഹേ. അത് ശരിയാണ്. വോ ഠീക്ക് ഹേ. അത് ശരിയാണ്. വോ ഠീക്ക് ഹേ. എന്നാൽ ഈ ബിസിനസ് വേനൽക്കാലത്താണ് നന്നായി നടക്കുന്നത്. ലേക്കിൻ ഏ ധന്ദ ഗർമി മേ ഹി അച്ഛാ ചലത്താ ഹേ. അല്ലെങ്കിൽ അച്ഛാ ചലത്താ ഹേ, അങ്ങനെയും പറയാം നമുക്ക്. ലേക്കിൻ എന്നാൽ ഏ ധന്ദ ഈ ബിസിനസ് ഗർമി മേ ഹി അല്ലെങ്കിൽ ഗർമി കെ സീസൺ മേ ഹി വേനൽക്കാലത്താണ് അച്ഛാ ചലത്താ ഹേ അല്ലെങ്കിൽ അച്ഛാ രഹത്താ ഹേ, രണ്ടും പറയാം. മഴക്കാലത്ത് അധികം വിറ്റു പോകാറില്ല. ബാരിഷ് കാ മൗസം മേ ജാദാ നഹി ബിക്താ ഹേ അല്ലെങ്കിൽ ബാരിഷ് മേ ജാദാ നഹി ബിക്താ ഹേ. മഴക്കാലത്ത് വലുതായിട്ട് വിറ്റു പോകാറില്ല. ചോദിക്കുകയാണ് നമ്മളോട്, കരിക്ക് ഇപ്പോൾ കഴിക്കാനാണോ? മലായി അഭി ഖാനാ ഹേ ക്യാ. മലായി അഭി ഖാനാ ഹേ ക്യാ. ഇപ്പോൾ കഴിക്കാനാണോ? ഇപ്പോഴല്ല. അഭി നെഹി. മലായി അഭി നെഹി ഖാനാ ഹേ. കരിക്ക് ഇപ്പോൾ കഴിക്കാനല്ല. അത് പാഴ്സലാക്കി തന്നേക്കൂ. ഓ പാഴ്സൽ കർക്കെ ദേദോ. പൊതിഞ്ഞ് തന്നേക്കൂ എന്ന് പറയുക. ഓ പാഴ്സൽ കർക്കെ ദേദോ. വീട്ടിൽ പോയിട്ട് ശർക്കരയുടെ കൂടെ കഴിക്കാം. ഘർ പർ ജാക്കർ ഗുഡ് കെ സാത്ത് ഖാത്തെ ഹേ. ഘർ പർ ജാക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയിട്ട്. ഗുഡ് എന്ന് പറഞ്ഞാൽ ശർക്കര. ഗുഡ് കെ സാത്ത് ഖാത്തെ ഹേ. ശർക്കരയുടെ കൂടെ കഴിക്കാം. വളരെ രുചികരമാണ്. ബഹുത് സ്വാദിഷ്ട ഹോത്താ ഹേ. ബഹുത് സ്വാദിഷ്ട ഹോത്താ ഹേ. വളരെ രുചികരമാണത്. എല്ലാം കൂടെ എത്ര രൂപയായി? കുൽ മിലാക്കർ കിത്ന റുപ്യ ഹുവ. കുൽ മിലാക്കർ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ. കുൽ മിലാക്കർ കിത്ന ഹുവ എത്രയായി? ഒരെണ്ണം ഇപ്പോൾ കുടിച്ചു, 2 എണ്ണം പാഴ്സൽ എടുത്തു. ഏക് അഭി പിയ ഓർ 2 പാഴ്സൽ ലേ ലിയ. ഏക് അഭി പിയ ഒരെണ്ണം ഇപ്പോൾ കുടിച്ചു. और 2 പാഴ്സൽ ലേ ലിയ 2 എണ്ണം പാഴ്സലായിട്ട് എടുത്തു. 3 കരിക്കിന് 150 രൂപയായി. 3 നാരിയൽ കാ 150 रुपये. 3 കരിക്കിനും കൂടെ 150 രൂപയായി. 3 നാരിയൽ കാ 150 रुपया. 150 എന്ന് പറഞ്ഞാൽ 150. 2 സ്ട്രോ കൂടെ തരൂ. ടീക്ക് ശരി, 2 സ്ട്രോ കൂടെ തരൂ. ടീക്ക് 2 സ്ട്രോ ഭി ദേ ദോ. 2 സ്ട്രോ ഭി ദേ ദോ. സഞ്ചി കൊണ്ടുവന്നിട്ടുണ്ടോ? थैली लाया है क्या. थैली थैली എന്ന് പറഞ്ഞാൽ സഞ്ചി. थैली लाया है क्या. സഞ്ചി കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ മറന്നുപോയി. നഹി മേ ഭൂൽ ഗയ. ഞാൻ മറന്നുപോയി. ഭൂൽ ഗയ എന്ന് പറഞ്ഞാൽ മറന്നുപോയി എന്നാണ് അർത്ഥം. കുഴപ്പമില്ല, ഞാൻ കയറുകൊണ്ട് കെട്ടിത്തരാം. കോയി ബാത് നഹി. കുഴപ്പമില്ല എന്നുള്ളതിന് കോയി ബാത് നഹി. മേ രസി സേ ബാന്ധ് കർ ദേത്താ ഹൂം. രസി സേ എന്ന് പറഞ്ഞാൽ കയറുകൊണ്ട്. ബാന്ധ് കർ കെട്ടിയിട്ട്. രസി സേ ബാന്ധ് കർ ദേത്താ ഹൂം. കയറുകൊണ്ട് കെട്ടിത്തരാം. ഇതാ താങ്കളുടെ പൈസ. ഏരഹ ആപ്കാ പൈസ. ഏരഹ ഇതാന്നുള്ള അർത്ഥമാണ്. ഏരഹ ആപ്കാ പൈസ അല്ലെങ്കിൽ ലേ ലീജിയെ ആപ്കെ പൈസേ. ലേ ലീജിയെ ആപ്കെ പൈസേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും.